അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച കടച്ചക്ക കറിയുടെ വീഡിയോ ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്നാൽ വീഡിയോ കണ്ടാലോ. ഞാനിവിടെ 1 കിലോ കടച്ചക്ക നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി ചെറുതാക്കി മുറിച്ചത്, അതുപോലെ 2 ഉള്ളി കനം കുറഞ്ഞരിഞ്ഞത്, 2 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടി 2 ടീസ്പൂണ്, ചെറിയ സ്പൂണാണ്, അതിന് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല, മീറ്റ് മസാല, പിന്നെ കുറച്ച് പാകത്തിന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ചൂടാക്കണം. എപ്പോഴും കറികളൊക്കെ വെക്കുമ്പോൾ പൊടികളൊക്കെ ചൂടാക്കി ഇടുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചൂടാക്കി ഇട്ടതൊക്കെ നമുക്ക് ഈ കുക്കറിലേക്ക് പൊടികളൊക്കെ ഈ കടച്ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുക്കറിൽ നന്നായിട്ട് ഈ മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക. ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം അത് തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിലടുപ്പിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതുകൊണ്ട് കുറച്ചെടുത്തത്. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്തിട്ട് അരച്ചെടുത്തത് ഈ കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, അതിൽ ഈ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളപ്പിക്കണം. അപ്പോൾ ഈ ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം വെച്ചാൽ തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറവിട്ടെടുക്കണം. അതാ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് വറവിട്ടെടുക്കുക. നമ്മുടെ നാടൻ രീതിയിലുണ്ടാക്കിയ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.